ഇത് കഴിക്കുകയാണെങ്കിൽ പെട്ടെന്നൊരു അസുഖമൊന്നും നമുക്ക് മഴക്കാലത്ത് പിടിപെടില്ല. കുട്ടികളുടെയും മുതിർന്നവരുടെയൊക്കെ പ്രതിരോധശേഷി കൂട്ടാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് തോരനാണിത്. ഇവിടെ ഇപ്പോൾ ഒരു 20ഓളം ഇലകൾ എടുത്തിട്ടുണ്ട്. അത് ആദ്യമായിട്ട് നമ്മൾ പൊട്ടിക്കാൻ പോണത് കുമ്പളത്തിൻ്റെ ഇലയാണ്. ഏത് വീട്ടിലും കാണുമല്ലോ ഇതിലെ ഒരു 5-6 ഇലയെങ്കിലും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് തോരൻ ഉണ്ടാക്കാം. അടുത്ത് ചൊറിയണം അല്ലെങ്കിൽ കൊടുത്തുവ എന്നൊക്കെ പറയണം ആ ഇലയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് നമ്മളൊരു 5-6 ഇല പൊട്ടിച്ചിട്ടുണ്ട്. അടുത്തത് കാവത്തിൻ്റെ ഇലയാണ് എടുത്തിരിക്കുന്നത്. ഇനി താള് മുറിച്ചെടുക്കാം. അതിൻ്റെ തൂമ്പ് ഇല നോക്കിയിട്ട് വേണം മുറിച്ചെടുക്കാൻ. ഇവിടെ ഇതിന് പ്രഷർ ചീര എന്ന് പറയും. എല്ലാത്തിൻ്റെയും ഇളം ഇലകൾ എടുക്കാൻ ശ്രദ്ധിക്കണേ. അടുത്തത് ഞെടിക്കിഴങ്ങിൻ്റെ കുറച്ച് ഇല നുള്ളിയെടുത്തിട്ടുണ്ട്. ഇനി വെള്ളച്ചീര പച്ചച്ചീര എന്നൊക്കെ പറയണ ആ ചീരയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ മുളകിൻ്റെ കുറച്ച് ഇലകൾ എടുത്തിട്ടുണ്ട്. ഇനി വെണ്ടയുടെ തളിരില ഒരു 3-4 എടുക്കാം. പിന്നെ കൈപ്പട ഒരു 3-4 തളിരിലകൾ ഇല എടുത്തിട്ടുണ്ട്. കൈപ്പട ഇല കൂടി പോവാതെ ശ്രദ്ധിക്കണേ. പിന്നെ കോവയുടെ കുറച്ച് ഇലകൾ എടുത്തിട്ടുണ്ട്, കോവയ്ക്കയുടെ. ഇനി ചേമ്പിൻ്റെ ഒരു തളിരില എടുക്കാം. ഇനി എടുത്തിരിക്കുന്നത് തകരയുടെ ഇലയാണ്. അടുത്ത് തഴുതാമയില. ഇത് നമ്മൾ പാടത്തു നിന്നാണ് കളക്ട് ചെയ്തത്. ഇതിൽ ചെറിയ വയലറ്റ് പൂക്കൾ ഉണ്ടാവും. അടുത്ത് പൊന്നാങ്കണ്ണി ചീര. ഇതിനിവിടെ വെള്ള പൊന്നാങ്കണ്ണി ചീര എന്നാണ് പറയുക. ഇത്രയും ഇലകൾ കൂടാതെ പനിക്കൂർക്കയുടെ ഇല 2-3 എടുത്തിട്ടുണ്ട്. അത് കൂടുതലാവാൻ പാടില്ല, അപ്പോൾ ചവർപ്പ് വരും. പയറില എടുത്തിട്ടുണ്ട്. പിന്നെ സാമ്പാർ ചീര എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അവിടെ അങ്ങനെ തന്നെയാണോ പറയുക? പിന്നെ കുറച്ച് മത്തൻ്റെ ഇല എടുത്തിട്ടുണ്ട്. ചേനയുടെ ഇല. ഇലകൾ പറിച്ചെടുക്കുമ്പോൾ നല്ല ഇലകൾ നോക്കിയിട്ട് പറിച്ചെടുക്കണം. പിന്നെ ആ ഇലയുടെ മുകളിലും താഴേക്ക് ആയിട്ട് വല്ല പ്രാണികളൊക്കെ ഉണ്ടോയെന്ന് നോക്കിയതിന് ശേഷം നന്നായി വൃത്തിയായി പരിശോധിച്ചതിന് ശേഷം ഒരു 3-4 തവണ നമുക്ക് വെള്ളത്തിൽ നന്നായിട്ട് കഴുകി അത് വാരാൻ വയ്ക്കാം. ആ വെള്ളം ഒന്ന് വാർന്നു പോയതിന് ശേഷം വേണം ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാൻ. എല്ലാ ഇലകളും നമ്മളിപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് പച്ചമുളക്, ഒരു 3-4 പച്ചമുളക് ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി വേണം, അപ്പോൾ അതും തൊലി കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഒട്ടും വിഷാംശം ഇല്ലാത്ത, ഒരു ചിലവില്ലാതെ നമുക്ക് പ്രകൃതി തരുന്ന വരദാനാണ് ഈ ഇലകൾ. അപ്പോൾ നമുക്കത് ഒട്ടും കയ്പും കനപ്പൊന്നും ഇല്ലാതെ തന്നെ തയ്യാറാക്കാം. ഇനി ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് അരിമണിയാണ്. ആ അരിമണി ഒന്ന് എണ്ണയിലേക്ക്, ചൂടായ എണ്ണയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അത് പൊരിഞ്ഞു വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഒരു 1 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പല ഇലകളും ചേർന്ന തോരനായതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു വർഷത്തേക്കുള്ള പ്രതിരോധശേഷി കിട്ടുമെന്നാണ് പണ്ടുള്ളവർ പറയാറ്. ഉള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇല ഉണ്ടല്ലോ, അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ ധാരാളം വൈറ്റമിൻസും മിനറൽസും മൈക്രോ ന്യൂട്രിയൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ മഴക്കാലത്ത് ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും ഇതുപോലെ തോരനൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ഈ ഇല ഉള്ളതിൻ്റെ പകുതി അളവിൽ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ പിന്നെ ഒന്ന് ആവി വന്നതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുത്താലും മതി. ഇതിൻ്റെ പച്ച കളർ നിലനിർത്തിയിട്ട് വേണം വേവിക്കാൻ. ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ നന്നായി ഇളക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഇലയിലുള്ള വെള്ളം ആവിയായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. ഈ ഇലകളുടെ കനപ്പില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കൂടുതൽ നാളികേരം ചേർത്ത് കൊടുക്കാറുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു വലിയ മുറി നാളികേരം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ചെറുക്കിയത്. അങ്ങനെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള, ഒട്ടും കയ്പും ഒന്നുമില്ലാത്ത വളരെ ഹെൽത്തി ആയിട്ടുള്ള തോരൻ തന്നെ നമുക്ക് കിട്ടും. നാളികേരം ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് ആവി കയറ്റാം. വളരെ ടേസ്റ്റിയും ഒപ്പം ഹെൽത്തി ആയിട്ടുള്ള തോരൻ ഇപ്പോൾ ഇവിടെ തയ്യാറായി. നിങ്ങളുടെ വീട്ടിലും കാണും ഇതുപോലുള്ള കുറച്ച് ഇലകൾ. അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ അത് കണ്ടെത്തിയിട്ട് ഇതുപോലൊരു തോരൻ ഉണ്ടാക്കി കഴിച്ചു നോക്കൂ. അങ്ങനെ നമ്മുടെ ആരോഗ്യം നമുക്ക് സംരക്ഷിക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. ഒപ്പം നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടി അറിയിക്കണേ. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്